17-ാം തീയതി ആണ് അതിന്റെ പ്രകാശന കർമ്മം നടക്കുന്നത്. 31 മുൻപങ്കവലയിലുള്ള സർവീസ് സഹകരണ ബാങ്ക് അവിടെ വെച്ചത് 2:30 മണിക്ക് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇതിന്റെ പ്രകാശന കർമ്മം നടക്കുക. ഈ നാടകത്തോടൊപ്പം തന്നെ എഴുതിയിട്ടുള്ള ഒരു കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു നോവല്, ചെറിയ നോവലാണ്. അത് കാടിനെ ആസ്പദമാക്കിയാണ്. ഇതിനു മുൻപ് ഞാൻ 2 പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ നിങ്ങൾ പലരുമൊക്കെ അതിന്റെ പ്രകാശന കർമ്മത്തിൽ പങ്കെടുത്ത് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അന്ന് ആ കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു വലിയ സഹകരണം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ആ പുസ്തകങ്ങൾ രണ്ടും വളരെ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതാണ്. പ്രായമായവരും അതുപോലെ തന്നെ അത് വായിച്ച് എല്ലാവരും എന്നോട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ 3ാമത്തെ കഥാപുസ്തകമാണ് കുട്ടികൾക്കുള്ളത്. ഇതിലെയും പ്രധാന കാര്യം കാട്ടിലെ കഥ തന്നെയാണ്. ആദ്യത്തെ 2 പുസ്തകങ്ങളും ഒന്നൊരു വികൃതിയായ കുട്ടിയാനയുടെ കഥയായിരുന്നു. കുട്ടിക്കുറുമ്പൻ എന്നായിരുന്നു ആദ്യത്തെ അതിന്റെ പേര്. 2ാമത്തേത് കാട്ടിലെ പോരാട്ടം എന്ന് പറഞ്ഞിട്ട് അതും കാട്ടിലെ മൃഗങ്ങളുടെ കഥ തന്നെയാണ്. ഇതും അതുപോലെ തന്നെ കാട്ടിലൊരു കുട്ടിക്കുരങ്ങന്റെ കഥയാണ്. ആ കുട്ടിക്കുരങ്ങൻ വലുതാവുന്നതും പിന്നെയുള്ള ചരിത്ര ഇപ്പോഴത്തെ ഈ കാട് കയ്യേറ്റമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ വരും. എല്ലാ മൃഗങ്ങളും അതിലെ കഥാപാത്രങ്ങളാണ്. മനുഷ്യർക്ക് അതിൽ പ്രാധാന്യം കുറവാണ്. അതങ്ങനെ കാടും കാട്ടുമൃഗങ്ങളുമായിട്ടുള്ള കഥാപാത്രങ്ങളെ ആസ്പദമാക്കി കുട്ടികൾക്കുള്ള ഈ 4ാമത്തെ എന്ന് പറയാം വളരെ വിപുലമായൊരു ആശയമാണ് അതിലുള്ളതെങ്കിലും അത് ചുരുക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിരുന്നു. കാരണം മഹാഭാരതത്തിലെയും ഭാഗവതത്തിലെയും എല്ലാം പ്രസക്ത ഭാഗങ്ങൾ അതിനു വേണ്ടി തെരഞ്ഞെടുത്ത് അത് മുഴുവൻ വായിച്ച് തെരഞ്ഞെടുത്ത് അതിൽ നിന്നാണ് ഈ നാടകം ആയിട്ട് ചുരുക്കി 2.5 മണിക്കൂർ നാടകമായിട്ട് ചുരുക്കിയെടുത്തത് കളിച്ചത്. വളരെ വിജയകരമായിരുന്നു അത് നാടകം കളിച്ചത്. അനേകം സ്റ്റേജുകളിൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കുകയും അത് വലിയൊരു പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്ത നാടകമാണ്. അപ്പോൾ നാടക കലാകാരന്മാര് അതൊന്ന് പുസ്തകമാക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാനതിന് തയ്യാറെടുത്ത് അങ്ങനെ ആ നാടകം ആണ് ഒരു പുസ്തകം. അപ്പോൾ മറ്റന്നാള് 17-ാം തീയതി ആണ് അതിന്റെ പ്രകാശന കർമ്മം നടക്കുന്നത്. 31 മുൻപങ്കവലയിലുള്ള സർവീസ് സഹകരണ ബാങ്ക് അവിടെ വെച്ചത് 2:30 മണിക്ക് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇതിന്റെ പ്രകാശന കർമ്മം നടക്കുക. ഈ നാടകത്തോടൊപ്പം തന്നെ എഴുതിയിട്ടുള്ള ഒരു കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു നോവല്, ചെറിയ നോവലാണ്. അത് കാടിനെ ആസ്പദമാക്കിയാണ്. ഇതിനു മുൻപ് ഞാൻ 2 പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ നിങ്ങൾ പലരുമൊക്കെ അതിന്റെ പ്രകാശന കർമ്മത്തിൽ പങ്കെടുത്ത് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അന്ന് ആ കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു വലിയ സഹകരണം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ആ പുസ്തകങ്ങൾ രണ്ടും വളരെ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതാണ്. പ്രായമായവരും അതുപോലെ തന്നെ അത് വായിച്ച് എല്ലാവരും എന്നോട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ 3ാമത്തെ കഥാപുസ്തകമാണ് കുട്ടികൾക്കുള്ളത്. ഇതിലെയും പ്രധാന കാര്യം കാട്ടിലെ കഥ തന്നെയാണ്. ആദ്യത്തെ 2 പുസ്തകങ്ങളും ഒന്നൊരു വികൃതിയായ കുട്ടിയാനയുടെ കഥയായിരുന്നു. കുട്ടിക്കുറുമ്പൻ എന്നായിരുന്നു ആദ്യത്തെ അതിന്റെ പേര്. 2ാമത്തേത് കാട്ടിലെ പോരാട്ടം എന്ന് പറഞ്ഞിട്ട് അതും കാട്ടിലെ മൃഗങ്ങളുടെ കഥ തന്നെയാണ്. ഇതും അതുപോലെ തന്നെ കാട്ടിലൊരു കുട്ടിക്കുരങ്ങന്റെ കഥയാണ്. ആ കുട്ടിക്കുരങ്ങൻ വലുതാവുന്നതും പിന്നെയുള്ള ചരിത്ര ഇപ്പോഴത്തെ ഈ കാട് കയ്യേറ്റമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ വരും. എല്ലാ മൃഗങ്ങളും അതിലെ കഥാപാത്രങ്ങളാണ്. മനുഷ്യർക്ക് കാട്ടിലെ മൃഗങ്ങളുടെ ആണെങ്കിൽ പോലും മനുഷ്യന്റെ സ്വഭാവത്തിലുള്ള കുറെ നല്ല കാര്യങ്ങളും, പക്ഷേ ഞങ്ങളില് ഈ കുറെ പേർക്കെങ്കിലും സാഹിത്യാഭിരുചി കുറവായിരിക്കും. കാരണം പക്ഷെ